വെടിക്കെട്ട് വേലായുധന്റെ വെടിക്കെട്ട് പ്രയോഗങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം പൂരപ്പറമ്പിൽ അരങ്ങേറുന്നതാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ആറാട്ടുകടവിൽ വിളക്ക് കത്തിക്കുവാൻ നിങ്ങൾ ഏവരും ക്യൂ പാലിക്കേണ്ടതാണ്. നിങ്ങൾ കാത്തിരുന്ന വേലായുധന്റെ വെടിക്കെട്ട് പ്രയോഗം ആരംഭിക്കുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ദേവരെ, അവസാനത്തെ കളിയാ, കാത്തോളേ. പിന്നെ ആ ഗഗനോട് നിന്ന് ഇറങ്ങിണ്ടാവോ? അവൻ ആളാന്തിക്കുഴിയിൽ രാജമോനെ ദാസനെ കൂടെ നിക്കാന്നാ പറഞ്ഞേ. അല്ല, ഇറങ്ങിണ്ടാവൂലേ? അല്ല, കത്ത് നീ അവളുടെ കയ്യിലല്ലേ കൊടുത്ത്? കൊടുത്തിട്ടുണ്ടാവൂലേ? ഇനി അവൾ അച്ഛന്റെ കയ്യിൽ. പിന്നെപ്പോ ഇനിയിപ്പോ സുമിത്ര എങ്ങാനും. അല്ല, സുമിത്ര കൊടുത്തിട്ടുണ്ടോ? മനസ്സിലായി. ഈ 8 മൂർക്കം കടിച്ച് 8 അടി നടക്കൂലെന്നല്ലേ? ചെറുവള്ളിയിലെ പണവും പ്രതാപവും ഇല്ലെങ്കിലും സ്വന്തം പെണ്ണിനെ പോറ്റാനുള്ള ചങ്കുറപ്പുണ്ട്. എന്നെ പോറ്റാനുള്ള പണം ഇതിനകത്തുണ്ടല്ലോ അല്ലേ? എപ്പോഴും തമാശ. ആറാട്ട് കഴിഞ്ഞ് ആളിറങ്ങാറായി. അവന്മാരിതുവരെ കണ്ടില്ലല്ലോ. ആ ഗഗനെയും കാണുന്നില്ലല്ലോ. കടത്തിവിട്, കടത്തിവിട്. വരേടാ, വാടാ, വെടിക്കെട്ടൊക്കെ മതി. എന്താ നാരേട്ടാ? സുഗുണ, കള്ളനാണോ? വിടരുത് അവനെ. സുഗുണ, വിടരുത്. കരക്കാരൻ മൊത്തം പറ്റിച്ചാണോ വെച്ചേക്കുന്നവനാ? പാവം മാധവനെ ചതിച്ചില്ലടാ. നിക്കടാ, പിടിക്കടാ.
അടങ്ങി നിക്കടാ. നാട്ടുകാർ മുഴുവൻ പഞ്ചിച്ചിട്ട് നീ കടന്നാണ് നിൽക്കണം. അവന്മാര് പുറകിലുണ്ട്. നിങ്ങൾ ഈ വഴിക്ക് വിട്ടോ. ആഴാന്തിക്കുള്ളിൽ രാജമോഹനും ദാസനും ഉണ്ടാവും. ഇവന്മാരെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ പൊക്കോ പൊക്കോ പോ. വാടാ വാ. സർപ്പക്കാവിന് ഭാഗ്യം. വള്ളി മനുഷ്യ പേടിച്ച് ചാവുന്നുണ്ട്. എന്താടാ എടാ, ഞാൻ അങ്ങോട്ട് വരാന്നല്ലേ പറഞ്ഞ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് ഇട്ട്? അങ്ങോട്ട് കെട്ടെടുത്തല്ല, അവന്മാര് പുറകിലുണ്ട്. എടാ ജീവൻ വേണ്ടി ഓടണം. ചന്ദ്രഗ്രഹണം നടന്ന ആ രാത്രി ഒരു ദിവ്യ വെളിച്ചത്തിന്റെ നിത്യതയിലേക്കാണ് അവസാനിച്ചത്. പിന്നീട് പെരുവത്തുകടവന്റെ പല തലമുറകൾ ആ ദിവ്യ വെളിച്ചത്തെ അന്വേഷിച്ചിറങ്ങി. ആ ദിവ്യ വെളിച്ചം അപ്പോഴും അജ്ഞാതമായിരുന്നു. ഉത്സവരാവുകളെല്ലാം ദിവ്യ വെളിച്ചത്തെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഒരിക്കലും തേവരുടെ മണ്ണിൽ ആ വെളിച്ചം പുനർജനിച്ചില്ല. ആ ജോസേ, ഞാൻ കുറെ നാളായി ചോദിക്കാന്ന് വിചാരിക്കുന്നു. ഈ നാട്ടുകാര് മൊത്തം ദിവ്യ വെളിച്ചം എന്ന് പറയുന്നുണ്ടല്ലോ, അന്ന് രാത്രി വിനയം കണ്ടത് ശരിക്കും ദിവ്യ വെളിച്ചായിരുന്നു? ദിവ്യ വെളിച്ചാണെന്നാ? ദിവ്യ വെളിച്ചം എന്ന് പറഞ്ഞിട്ടല്ലോ, ഭയങ്കര വെളിച്ചാണ്. കണ്ണൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അല്ല, അത് ചെന്നിക്കുത്തല്ലേ? ചെന്നിക്കൊന്നും തന്നിട്ടല്ല. ഈ ദിവ്യ വെളിച്ചം എന്ന് പറഞ്ഞ സാധനം ശരിക്കും ഉണ്ടോ? പിന്നെ എത്ര നാളായി ശരിക്കും? ആ ദിവ്യ വെളിച്ചം. ഭഗവാന്റെ കാറ്. ട്രോഫി ഒറ്റയടിക്ക് കിട്ടി. വിനയ് എവിടെ? ബജരംഗ് ബിജു അളിയാ, നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഇത് ഒളിച്ചോട്ട് രക്തമൊന്നുമല്ല മക്കളെ, ഒളിച്ചോടില്ലട്ടാ. എന്താടാ പെട്ടി കിട്ടിയില്ലേ? ദിവ്യ വെളിച്ചം കണ്ട മഹാനെ.